ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. ഒരാഴ്ചയായിട്ട് ഇങ്ങനെ തിമർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ പറ്റണില്ല. നല്ല തണവും കാറ്റും മഴയൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ കാലാവസ്ഥ. നിങ്ങളുടെ അവിടെ ഇങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ തന്നെയാണോ? അപ്പോൾ ഇന്ന് നമ്മൾ കൊള്ളി വെച്ചിട്ട് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത്. ഇതിനായിട്ട് ഞാൻ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. കുക്കറിൽ ഇത് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊള്ളി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം വലിപ്പത്തിലാണ് കേട്ടോ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നല്ല ചെറുതാണ് കേട്ടോ, അതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ നല്ല കുനുകുനാന്ന് പറഞ്ഞ് അരിഞ്ഞെടുത്തേക്കാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണോളം ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കൊള്ളി സ്റ്റൂ എന്നാണ് ഞങ്ങളിവിടെ തൃശ്ശൂർക്കാരൊക്കെ പറയുക. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ നല്ല മഴയാണല്ലോ. ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചൂട് കട്ടൻ ചായയുടെ കൂടെ ഈ കൊള്ളി സ്റ്റൂ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കൊള്ളി കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കെടുക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ വെക്കുമ്പോൾ നമുക്കിത് 1 or 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പം നമുക്കിതിനി അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിക്കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോസ് ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക. അഭിപ്രായം എന്ത് തന്നെയായാലും കമൻ്റ് ആക്കാനും മറക്കരുതേ. ഇപ്പം നമ്മുടെ കൊള്ളിയൊക്കെ അവിടെ നല്ല പോലെ സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതാ ഇതുപോലെ ആയി കിട്ടണം. ഞങ്ങളിതിനെ കൊള്ളി കപ്പ എന്നൊക്കെയാണ് കേട്ടോ പറയുക. അപ്പോൾ നമ്മുടെ സ്റ്റൂ ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് പൊട്ടിച്ച് താളിക്കാനുണ്ട് കേട്ടോ. അതിനായിട്ട് ചീഞ്ചട്ടി വെച്ച് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും പിന്നെ മുഴുവൻ മുളകും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് സെറ്റായി ഒന്ന് വറുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ കൊള്ളി സ്റ്റൂവിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ ഈ കൊള്ളി സ്റ്റൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക. അഭിപ്രായം കമൻ്റ് ആക്കാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഈ പുറത്ത് നല്ല മഴയാണ് ഇവിടെ. ആ മഴയത്ത് നല്ല ചൂട് കട്ടൻ്റെ കൂടെ ഇതിൽ നിന്ന് ഒരു പ്ലേറ്റും കൂടി ഉണ്ടെങ്കിൽ കുശാലായി കേട്ടോ കാര്യങ്ങളൊക്കെ. കൊള്ളി വേവാനുള്ള സമയം മാത്രം മതി കേട്ടോ നമുക്കിത് തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഈ കൊള്ളി സ്റ്റൂ. അതുപോലെ ടേസ്റ്റും പറയണ്ട, സൂപ്പറാണ്. നല്ല കട്ടൻ ചായയുടെ കൂടിയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. പുറത്ത് മഴ കൂടി ആകുമ്പോൾ നല്ല വൈബാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റാക്കി എഴുതുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.